ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൂട്ടി സാമ്പാറാണ്. ഈ സാമ്പാർ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിന് അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മുന്നിൽ കാണുന്നത്. സാമ്പാർ മിക്സ് അത് ഞങ്ങൾ നെസ്റ്റോ എന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഏത് ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റിലോ അവൈലബിൾ ആണ്. പിന്നെ കനോല ഓയിൽ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ മിക്സ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്ന ഈസ്റ്റേൺ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കല്ലുപ്പ് അല്ലെങ്കിൽ സാദ ഉപ്പ്, കടുക്, ഉലുവ പൗഡർ, കുറച്ച് പുളി. ഞങ്ങൾ എടുത്തേക്കുന്ന മൂങ് ദാലാണ്. നിങ്ങൾക്ക് ഏത് ദാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കരിവേപ്പില, അതുപോലെ വെളുത്തുള്ളി, ഈസ്റ്റേൺ കായംപൊടി. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദാല് വേവിക്കുക. നമ്മൾ നേരത്തെ ഓൾറെഡി നനച്ച് വെച്ചതാണ്. നമ്മൾ വേറൊരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ പ്രീ കട്ട് വെജിറ്റബിൾസ് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അതിനൊപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 4.5 ടീസ്പൂണ് സാമ്പാർ മിക്സ് പൊടി ആഡ് ചെയ്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നു. വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന കപ്പിൽ 4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളി കുറച്ച് വെള്ളത്തിനകത്ത് കുതിർത്ത് അതിൻ്റെ വെള്ളം നമ്മൾ അതിനകത്ത് ചേർക്കുന്നു. ഇതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നു. കുറച്ച് കായംപൊടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ 20 മിനിറ്റ്സ് അടച്ച് വേവിക്കുന്നു. നമ്മുടെ ദാൽ ഇപ്പം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പോലെ ഈ ദാല് അതുപോലെ ചേർക്കാം, അല്ലെങ്കിൽ ഈ ദാല് മിക്സിനകത്ത് ഒന്ന് കറക്കിയിട്ട് അതിനകത്ത് ചേർക്കാം. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സാമ്പാറിന് ഇച്ചിരി കൊഴുപ്പ് തോന്നിപ്പിക്കും. നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയാണ് ഗൈസ്. ഇനി കാച്ചാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയും ചേർത്ത് നമ്മൾ വഴറ്റിയെടുത്ത് സാമ്പാറിൽ ചേർക്കുന്നു. ഇതിനോടൊപ്പം ഒരു പിഞ്ച് ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതേ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് നമ്മൾ വഴറ്റിയെടുത്ത് നമ്മുടെ തട്ടിക്കൂട്ടൽ സാമ്പാറിൽ ചേർക്കും. ഇതുപോലെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി റെസിപ്പീസിനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.